ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജയപാലം വന്നിട്ട് ഇങ്ങനെ പറയാൻ കേട്ടോ, ഇവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ എന്നെ വിളിച്ചത്, ഇവളമാരെ കാണിക്കാൻ എന്തിനാ എന്നെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പരിഹസിക്കുകയാണേ. അന്നേരം വിനീതിനെയും പോലീസുകാരെ വിളിപ്പിക്കുന്നുണ്ടേ. അന്നേരം അപ്പോൾ ജയപാലം പറഞ്ഞിട്ടുണ്ട്, അതെ ഞാൻ പറയാം, അതെ എൻ്റെ മകനുണ്ടല്ലോ, ദേ ഇവളുണ്ടല്ലോ, ഈ ഇരിക്കുന്ന യമുന, ഇവളെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് എൻ്റെ ബംഗ്ലാവ് ഉണ്ടല്ലോ മാർത്താണ്ഡത്തുള്ളൊരു ഫാം ഹൗസിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഉപദ്രവിക്കാൻ ശ്രമിച്ച കൂട്ടത്തിൽ രക്ഷപ്പെടുത്തുന്നതിൻ്റെ ഇടയിൽ വിനീതിൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയതാണ് വിശാലിന് എന്ന് ഒരു പരാതിയുമായിട്ടല്ലേ ഇവർ വന്നിട്ടുള്ളത് എന്ന് പറയാം. അപ്പോഴേക്കും കാവേരി പറയും, ഇപ്പോൾ ജയപാലൻ സാറ് തന്നെ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞല്ലോ, സത്യത്തിൽ ഞങ്ങളിതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ ജയപാലൻ ആകെ ഒരു നാണക്കേട് പോലെയാവട്ടോ. അപ്പോൾ കാവേരി പറയുന്നുണ്ട്, എന്തായാലും സാറ് തന്നെ പറഞ്ഞതല്ലേ, അപ്പോൾ പിന്നെ ഒരു പരാതി തന്നെ ഇവിടെ കൊടുക്കാം അല്ലേ എന്ന് പറയണേ. അപ്പോൾ ജയപാലൻ പറയും, അതെ അതിന് ഈ പറഞ്ഞ പരാതിയിൽ അന്ന് എൻ്റെ മകനെ ക്ലാസ്സിൽ തന്നെ ഉണ്ടായിരുന്നു, അതിനുള്ള തെളിവുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതിന് ക്ലാസ്സിലെ സ്കൂളിലെ അധ്യാപകരും അവൻ്റെ കൂട്ടുകാരും ഒക്കെ സാക്ഷി പറയും. പിന്നെ എങ്ങനെയാണ് നിൻ്റെ അനിയത്തിനെ തട്ടിക്കൊണ്ടു പോകുന്നത് എന്ന് പറയും കേട്ടോ. അതിന് എൻ്റെ അനിയത്തിനെ തട്ടിക്കൊണ്ടുപോയ ഡേറ്റ് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ ജയപാലൻ സാറേ, അപ്പോൾ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അങ്ങനെ ഒരു ഡേറ്റ് ഉണ്ടാക്കുക എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജയപാലൻ ആകെ നാണക്കേട് പോലെയാവും കേട്ടോ. അപ്പോൾ ജയപാലനോട് പറയും, അതെ എന്തായാലും സാർ ആ കുറ്റം എല്ലാതും ഇവിടെ വിളിച്ച് പറഞ്ഞു, ഇനിയിപ്പോൾ എന്തായാലും അങ്ങനെ തന്നെ ഞങ്ങൾ പരാതി കൊടുക്കാൻ പോവുകയാണ് എന്ന് പറയും. അപ്പോൾ ജയപാലൻ സാറ് പറഞ്ഞേ, ഇവരുടെ വാക്കൊന്നും കേട്ടിട്ട് സാറ് പേടിക്കണ്ട കേട്ടാ, സാറിൻ്റെതായ നിയമത്തിനനുസരിച്ച് പോക്കോ, എൻ്റെ മകനെ തല്ലിച്ചതച്ചത് ഈ വിനീത് തന്നെയാണെന്ന് പറയും. ഈ സമയത്ത് കാവേരി പറയുന്നുണ്ട്, അതെ സത്യം പറയാനുള്ള ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും നിവിൻ വിശാലിൻ്റെ 2 കൂട്ടുകാരെയും കൊണ്ട് വന്നിട്ട് തള്ളിയിടാണ് കേട്ടോ. അപ്പോഴേക്കും പോലീസുകാരൻ ഇടാടാ, പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടാണ് നിന്റെ ഷോ, ദേ രാജേശ്വരൻ മകനാണെന്ന് രാജേശ്വരി മേഡത്തിൻ്റെ മകനാണെന്ന് വിചാരിച്ചത് മാത്രമാണ് നിനക്ക് ഇത്തിരി ഇളവ് തന്നത് എന്ന് വെച്ചിട്ട് ഈ ഇമാതിരി അതിക്രമം കാണിക്കണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിവിൻ പറയുന്നുണ്ട്, അതെ എന്നെ രാജേശ്വരി മേഡത്തിൻ്റെ മകനാണെന്നുള്ളൊരു കൺസിഡറേഷനൊന്നും തന്ന് പുകഴ്ത്തി പിടിക്കേണ്ട, കാരണം എനിക്ക് അങ്ങനത്തെ ആവശ്യമില്ല. പിന്നെ നിങ്ങൾ ഈ പാവപ്പെട്ടവരെ ഒരു കണ്ണോടും പണക്കാരെ വേറൊരു കണ്ണോടും കാണുന്നതുകൊണ്ടാണ് ഇവിടെ പ്രശ്നങ്ങൾ ഇത്ര വഷളാവുന്നത്. എല്ലാവരും സാറേ ഒരേ കണ്ണോട്ട് കാണും, എന്നിട്ട് കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി എന്ന് പറയും കേട്ടോ. അപ്പോൾ അയാളൊന്നും മിണ്ടാതെ തലകുമ്പിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കാവേരി പറയും, ദേ സാറേ ദേ സത്യങ്ങൾ ഇവർ തന്നെ പറയും, ഇവരാണ് എല്ലാത്തിനും സാക്ഷികളായിട്ടുള്ളത്. അപ്പോൾ അന്ന് സംഭവിച്ചത് എന്താണെന്ന് ഇവർ തന്നെ പറയട്ടെ എന്ന് പറയും. അങ്ങനെ ആ പയ്യന്മാർ 2 പേരും അന്ന് നടന്ന കാര്യങ്ങൾ, അതായത് വിശാല് യമുനയെ തട്ടിക്കൊണ്ടു പോയതും ഫാം ഹൗസിൽ താമസിപ്പിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ തുറന്നു പറയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് യമുന അവിടെ നിന്നിങ്ങായിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ യമുനനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ കാവേരി പറയും, സാറേ സത്യങ്ങൾ കേട്ടല്ലോ, ഞാനേ ഒരു പരാതി എൻ്റെ അനിയത്തിനെ കൊണ്ട് ഇവിടെ എഴുതിപ്പിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, പിന്നെ എന്താണെന്ന് സാറ് തന്നെ പറഞ്ഞു കൊടുത്തേക്ക് എന്ന് പറയും. അപ്പോൾ വിനീത് പറയാണ്, ഇതേ പീഡന കേസ് ഒന്ന് ചേർത്തേക്കല്ലേ സാറേ, ഞങ്ങൾ പാവപ്പെട്ടവരാണ് എന്ന് പറയും. അപ്പോൾ പോലീസുകാരനാണെന്നുണ്ടെങ്കിൽ വന്നിട്ട് ജയപാലൻ എടുത്ത് പറയും, സാറേ പെട്ടു സാറേ, ഈ ഒരു കേസാണെന്നുണ്ടെങ്കിൽ സാറിൻ്റെ മകൻ്റെ ജീവിതം മുഴുവനും ഇനി ജയിലിലാവും, സാർ എന്തീ പറയുന്നത് എന്ന് ജയപാലൻ ചോദിക്കും. ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്, ഇപ്പം തൽക്കാലം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിലേ പോലീസ് ജീവിതകാലം മുഴുവനും ജയിലിൽ കിടക്കേണ്ടി വരും പയ്യൻ, എൻ്റെ കയ്യോ കാലോ എന്തോ വേണമെന്ന് വെച്ചാൽ കൊടുക്കാമെന്ന് പറയാം എൻ്റെ മകന് വേണ്ടിയിട്ട്. അപ്പോൾ കാവേരി ഒന്നും പറയാം, അതെ തൽക്കാലം കയ്യും കാലം ഒന്നും വേണ്ട, അതൊക്കെ ഞാൻ പിന്നീട് വാങ്ങിച്ചോളാം, അത് എൻ്റെ അച്ഛനോട് താൻ ചെയ്തിട്ടുള്ള ചതിക്ക് പകരമായിട്ട് ഇഞ്ചിഞ്ചായിട്ട് തൻ്റെ കയ്യും കാലൊക്കെ ഞാൻ വാങ്ങിക്കും. പക്ഷേ ഇപ്പം വിനീതേട്ടനെതിരെ കൊടുത്തിട്ടുള്ള പരാതി ഉണ്ടല്ലോ, കള്ളപ്പരാതി, അത് പിൻവലിക്കണം. അത് പിൻവലിച്ചിട്ടേ ഞങ്ങൾക്ക് ഞങ്ങളുടെ വിനീതേട്ടനായിട്ട് തിരികെ പോകണം. അതാണ് ഇപ്പോൾ തൽക്കാലം എൻ്റെ ഉള്ള ഡിമാൻഡ് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അവസാനം വേറെ നിവർത്തിയില്ലാതെ ജയപാലൻ ആ പരാതി അങ്ങ് പിൻവലിക്കുകയാണേ. അങ്ങനെ വിനീതിനെ പുറത്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ വിനീതാണെന്നുണ്ടെങ്കിൽ ആ കൂടെ ഉള്ള ആളോട് യാത്രയൊക്കെ പറയാണ്, പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ഒരുമിച്ച് ജയിലിൽ താമസിക്കാട്ടാന്നൊക്കെ അയാളോട് പറയാണ്. എന്താ വിനീതേട്ടാ വീട്ടിൽ പോകണ്ടേന്ന് ചോദിക്കട്ടോ കാവേരി. ആ പോകണം, അവിടെ കണ്ണിൽ എന്നെ ഒഴിച്ച ഒരാൾ കാത്തിരിക്കുന്നുണ്ട്, കാണണ്ടേ എന്ന് ചോദിക്കട്ടോ. ആ പോകാം. അങ്ങനെ ഇവർ പുറത്തേക്ക് വരികയാണേ. അപ്പോൾ വിശാലും ജയപാലും അങ്ങനെ പോകണ കാണുമ്പോൾ യമുന വിശാലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കട്ടോ, ഒരു മിനിറ്റ് ചേച്ചി ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് പോകാണ്. വേഗം തന്നെ വിശാലിൻ്റെ അടുത്ത് ചെന്നിട്ട് വിശാലിനോട് ചോദിക്കുന്നുണ്ട്, വിശാലേ നീ എപ്പോഴെങ്കിലും എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ, ആത്മാർത്ഥമായിട്ട് ഒരു നിമിഷമെങ്കിലും നീ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വിശാൽ ഇങ്ങനെ ഒരു പുച്ഛത്തോട് കൂട്ടിയിട്ട് നിൽക്കുകയാണേ. പെട്ടെന്നാണ് യമുന ഒറ്റ അടി മുഖത്ത് കൊടുക്കുന്നത് കേട്ടോ. അടി കിട്ടി കവളും പൊത്തിങ്ങാട്ട് വിശാൽ യമുന തന്നെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് യമുന അത് ചെയ്തതാണെന്നുണ്ടെങ്കിൽ കാവേരിക്കും
വിനീതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ചിരിക്കുന്നുണ്ട്. അന്നേരം യമുന പറയുന്നുണ്ട് വിശാലിനോട്, നീ എന്നെ സ്നേഹിച്ചിട്ടില്ല, പക്ഷേ നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു, ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ നീ അത് മനസ്സിലാക്കിയിട്ടില്ല. ഈ ഒരു അടിയെങ്കിലും ഞാൻ നിനക്ക് തന്നിട്ടില്ലെങ്കിലേ നിന്നോടുള്ള ഇഷ്ടത്തിൻ്റെ ഒരു തരുമ്പെങ്കിലും എൻ്റെ മനസ്സിൽ കെടുക്കും. ഇപ്പം ഇല്ല, ഇപ്പം നിന്നോടുള്ള ഒരു തരി ഇഷ്ടം പോലെ എൻ്റെ മനസ്സിലില്ല. എൻ്റെ മനസ്സിൽ നീ മരിച്ചു എന്ന് പറയാണ് കേട്ടോ. അതിന് ശേഷം വാ ചേച്ചി നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് യമുന അങ്ങോട്ട് ഇറങ്ങി പോകാൻ കേട്ടോ. ജയപാലനാണെന്നില്ല ആകെ തരിച്ച് നിൽക്കുകയാണ്. തൻ്റെ മകനാണല്ലോ അടി കൊണ്ടത്. അങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അതിനിവർ വീട്ടിലേക്ക് എത്താണ് കേട്ടോ. വീട്ടിലേക്ക് എത്തുമ്പോഴത്തേനും നിളമോൾ ഓടി വന്നിട്ട് വെറുതെ വന്നിട്ടുണ്ട്, വിനീതേട്ടനും കാവേരി ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയും. അപ്പോഴേക്കും ഇവരിങ്ങനെ ഓടി ചെല്ലുമ്പോഴേക്കും അവരിങ്ങനെ വരും കേട്ടോ. നിളമോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അച്ഛമ്മയാണെന്നുണ്ടെങ്കിലും ചെന്നിട്ട് മോനെ നിന്നെ അവർ ഉപദ്രവിച്ചോ, എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ചോദിക്കുകയാണേ. ജയിലിൽ കിടന്നതല്ലേ നീ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ കാവേരി പറയും, ജയിലല്ല അച്ഛമ്മേ, ലോക്കപ്പ്, എന്നാലും കുഴപ്പമില്ല, എന്തായാലും നിന്നെ അവർ ഉപദ്രവിച്ചിട്ടൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കൈയും കാലൊക്കെ പിടിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ അല്ല ഗംഗേച്ചി എവിടെ ഞാൻ ചോദിക്കും കേട്ടോ. അപ്പം ഗംഗയെന്ന് വിളിക്കാണ് കേട്ടോ ശാരദ. അപ്പോഴേക്കും ഗംഗ ഓടി വരികയാണ്. വേഗം തന്നെ വന്നിട്ട് വിനീതിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ കണ്ണിൽ രണ്ടുപേരും കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അന്നേരം നിളമൂള് കാവേരിയുടെ അടുത്ത് വന്നിട്ട് പറയും, ഇപ്പം ഗംഗ ചേച്ചി വിനീതേട്ടനെ കെട്ടിപ്പിടിക്കും. പൊടി, നിന്റെ പ്രായത്തിൽ പറയാൻ പറ്റുന്നതാണോ ഇതൊക്കെ? അല്ല, സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളത് അങ്ങനെയല്ലേ, ചിലപ്പോൾ അങ്ങനെയായിരിക്കും, ഒന്നും മിണ്ടാതെ കടി എന്ന് പറയും കേട്ടോ. അപ്പം ഗംഗ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഞാൻ ഈ കാണുന്ന സ്വപ്നമൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാവേരി കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഗംഗ ചേച്ചി, മനസ്സിലായല്ലോ. നശിപ്പിച്ച് എന്നൊക്കെ നിളമോളിങ്ങനെ പറയുന്നുണ്ടേ. ഒരു റൊമാൻറ്റിക് അല്ല ഇവർ രണ്ടുപേരും എന്നൊക്കെ പറയും. അപ്പോഴേക്കും രാധം പറയും, നീ ഇവന് എന്തെങ്കിലുമൊക്കെ കൊടുക്ക്, ജയിലിൽ കിടന്ന് വന്നതല്ലേ എന്ന് പറയും. അപ്പം കാവേരി വീണ്ടും പറയും, ഓ ജയില് അതന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും അവിടെ ഇരിക്കാൻ കേട്ടോ. അപ്പോൾ എനിക്ക് ഒന്നും വേണ്ട, ഭക്ഷണമൊന്നും വേണ്ട എന്ന് പറയും. അപ്പം എന്നാൽ മോള് പോയിട്ട് ഒരു ചായ എടുത്തുകൊണ്ടുവരാനായിട്ട് ഗംഗനോട് പറയും. അങ്ങനെ ചായ എടുക്കാനായിട്ട് ഗംഗ പോകുന്ന സമയത്ത് അച്ഛമ്മയാണെന്നുണ്ടെങ്കിൽ വിനീതിനെ പിടിച്ചിരുത്തിയിട്ട്, പണ്ട് നിൻ്റെ മുത്തച്ഛൻ മാധവൻ ഉണ്ടല്ലോ, മാധവ മുത്തച്ഛൻ ഏത് നേരവും ജയിലിൽ തന്നെയാണ്, ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ജയിലിൽ പോയി കിടന്നില്ലെങ്കിൽ അങ്ങനെയൊക്കെ സമാധാനം ഉണ്ടാവില്ല, പോകും വരും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു എന്ന് പറയും. ഈ സമയത്ത് ഗംഗ ചായം കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോഴും അച്ഛമ്മ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വിനീതാണെന്നുണ്ടെങ്കിൽ ഗംഗനെ തന്നെ നോക്കി നിൽക്കുകയാണേ. പെട്ടെന്ന് ഗംഗനെ കാല് മടങ്ങിയിട്ട് ആ ചായക്കപ്പ് താഴെ വീഴുകയാണേ. അപ്പോൾ ഗംഗ അത് പറക്കുമ്പോൾ വിനീത് അത് പറക്കാനായിട്ട് പോകാനായിട്ട് നിൽക്കുമ്പോഴേക്കും അച്ഛമ്മ തന്നെ പിടിച്ച് നിർത്തുകയാണ് കേട്ടോ. വേണ്ട, അതൊക്കെ അവള് ചെയ്തോളും, നീ ഇവിടെ നിൽക്ക്, നിന്നോട് എനിക്ക് കുറേ കഥകളൊക്കെ പറയാനുണ്ടെന്ന് പറയും. അപ്പോൾ വിനീതാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടും എന്നാലോചിച്ചിട്ട് നിൽക്കുകയാണേ. അപ്പോഴേക്കും വിനീത് ഇങ്ങനെ അച്ഛമ്മനെ കൈ പിടിച്ച് ഓടിപ്പോവുകയാണ്. ഓടിപ്പോയിട്ട് ഒരു കപ്പിൻ്റെ ഒരു പീസ് എടുത്ത്, കണ്ട ഇത് ഗംഗയുടെ കാലിൻ്റെ ബാക്കിൽ കിടന്നിരുന്നതാ, ഇപ്പോൾ എഴുന്നേൽക്കുമ്പോൾ അത് കാലിൽ തട്ടിയനില്ലേ, ഗംഗയുടെ കാല് മുറിഞ്ഞേനെ എന്ന് പറയും കേട്ടോ. എന്നിട്ട് ഇവരിങ്ങനെ ഒരു റൊമാൻറ്റിക് ആയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ ചിരിക്കുന്നുണ്ട്. അത്രയും ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. പ്രമോലാണെന്നുണ്ടെങ്കിൽ ദിവിൻ്റെ അച്ഛൻ വരുന്നതും അതുപോലെ രാഗിണി വരുന്നതും രാഗിണിയും കാവേരിയും തമ്മിലുള്ള ഒരു ചെറിയൊരു ഫൈറ്റ് പോലെ, അതായത് കാവേരി രാഗിണിയുടെ മുഖത്തൊരു അടിയൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെയാണ് നാളത്തെ പ്രമോല് കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.